أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: إن بدلاء أمتي لم يدخلوا الجنة بكثرة صلاتهم ولا صيامهم، ولكن دخلوها بسلامة صدورهم وسخاوة أنفسهم. صدق رسول الله. يا ربي صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا ربي آت المنى بحق سيدنا محمد صاحب الآيات والحكم. يا رب سيدنا خير الورى سندا، حسن مقاصدنا ذا الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യ പിതാവടക്കമുള്ള സാദാത്യങ്ങൾ, സ്നേഹനിരികളായ മുതഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാർ, കാരണവന്മാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥി
അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വിശുദ്ധമായ മജ്‌ലിസിൽ നമുക്കെല്ലാവർക്കും ഒരൽപസമയം സംഗമിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശുദ്ധമായ മജ്‌ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ച് ഈ വിശുദ്ധ മജ്‌ലിസിൽ പങ്കെടുത്തവരുണ്ടോ, ഇതിനെ സഹായിച്ചവരുണ്ടോ, അവർക്കെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മഹത്തായ സദസ്സിനു വേണ്ടി ധാരാളം ഒരുക്കങ്ങൾ ഇതിന്റെ സംഘാടകരായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, വളരെ പാവങ്ങളായ 4 മക്കളെ ഈ വിശുദ്ധമായ മജ്‌ലിസിൽ വെച്ച് നിക്കാഹ് ചെയ്യപ്പെടുന്നു എന്നറിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ വലിയ ഒരു അനുഗ്രഹത്തെ എത്ര പ്രശംസിച്ചാലും അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. പാവങ്ങളായ ആളുകളെ സഹായിക്കുക, ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ദൗത്യമാണ്. വിശുദ്ധമായ ഖുർആനിൽ നാമൊക്കെ സാധാരണ പാരായണം ചെയ്ത് കേൾക്കുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യാറുള്ള സൂറത്താണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ വലാ യഹുബ്ബു അലാ തആമിൽ മിസ്കീൻ. എന്താണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്? ഓ നബിയേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഈ ദീനിനെ പൊളിക്കുന്നവർ, ഈ ദീനിനെ കളവാക്കുന്നവർ ആരാണ് എന്ന് തങ്ങൾ പറയണം, തങ്ങൾ പറഞ്ഞു തരണം. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ വലാ യഹുബ്ബു അലാ തആമിൽ മിസ്കീൻ. പാവങ്ങളായ യതീമുകളായ മക്കളെ കൈയൊഴിയുന്നവർ, അവരെ മാറ്റി നിർത്തുന്നവർ, അവരെ സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിനു പകരം അവരെ വഴിയാധാരമാക്കി തള്ളിക്കളയുന്നവർ. മറ്റൊന്ന് വലാ യഹുബ്ബു അലാ തആമിൽ മിസ്കീൻ, സാധുക്കളായ ജനങ്ങൾക്ക് ഭക്ഷണം നൽകാത്തവർ എന്നല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മറിച്ച് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത ആളുകളാണ് ഈ ദീനിനെ പൊളിക്കുന്നവർ എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പാവങ്ങളായ ആളുകളെ സഹായിക്കാത്തവർ എന്നല്ല, സഹായിക്കാൻ പ്രേരിപ്പിക്കാത്തവർ, യതീമുകളെ മാറ്റി നിർത്തുന്നവർ, അവരാണ് പരിശുദ്ധമായ ഈ ദീനിനെ പൊളിക്കുന്നവർ എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് പോവുകയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട എന്റെ ജ്യേഷ്ഠ സഹോദരനു കൂടിയായ ഷാഫി തങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു മഹത്തായ കർമ്മത്തിന് നേതൃത്വം നൽകിയപ്പോ അൽഹംദുലില്ലാഹ് അതിന്റെ കൂടെ നിന്ന് സഹായിച്ച ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയ സംബന്ധമായി ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ഇവര് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്നെ അതിൽ ചേർത്തിരുന്നു. അതിൽ എത്രയാണ് സഹോദരങ്ങൾ, ഒരുപാട് സഹായങ്ങൾ. അൽഹംദുലില്ലാഹ് ഈ 4 മക്കൾക്ക് ആവശ്യമായ സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും അതുപോലെ മറ്റു സഹായങ്ങളും ഒക്കെയായി എത്ര സഹോദര സഹോദരിമാരാണ് സഹായങ്ങൾ അറിയിച്ചത്. അല്ലാഹു അവർക്കെല്ലാം വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും വേദനകൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ.
എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള പാവങ്ങളായ രോഗികൾ, അതുപോലെ കഷ്ടതകൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, അവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, കല്യാണം ആവശ്യമുള്ളവർക്ക് അങ്ങനെ, ഭക്ഷണം ആവശ്യമുള്ളവർക്ക് അങ്ങനെ, വീട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ, ഇത് ചെയ്തു കൊടുക്കുക എന്നതാണ് അൽഹംദുലില്ലാഹ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും മഹത്തായ സ്വഭാവം. ഞാൻ ഓർമ്മപ്പെടുത്തിയ ഹദീസ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ബുദലാ ഉമ്മത്തി, എന്റെ ഈ സമുദായത്തിലെ അപുദാലികളായ ആളുകൾ ലം യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചില്ല, ബികസറത്തി സ്വലാത്തിഹിം വലാ സിയാമിഹിം, കൂടുതലായി നിസ്കരിച്ചതുകൊണ്ടോ കൂടുതലായി നോമ്പനുഷ്ഠിച്ചതുകൊണ്ടോ അല്ല അവർ സ്വർഗ്ഗത്തിൽ കിടന്നത്, ലാകിൻ ദഖലൂഹാ ബിസലാമത്തി സുദൂരിഹിം വസഖാവത്തി അൻഫുസിഹിം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ധരിക്കുകയാണ്. അവർ വിശുദ്ധമായ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം അവരുടെ മനസ്സിന്റെ വിശാലതയാണ്. മറ്റൊന്ന്, അവർ ചെയ്ത ദാനധർമ്മങ്ങളാണ് അവരെ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചതെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓർമ്മ വരികയാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കോടതിയിൽ മഹ്ശറാവൻസഭയിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തുമൊക്കെ ആ സ്ഥലത്ത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ റബ്ബിന്റെ കോടതിയിലേക്ക് ചൊല്ലുമ്പോ വിശാലമായ മനസ്സുമായി ചൊല്ലാൻ നമുക്ക് കഴിയണം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. വിശാലമായ ഹൃദയം, ഒരാളോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, ദേഷ്യമില്ലാത്ത സുന്ദരമായ ഹൃദയത്തിന്റെ ഉടമകൾക്കാണ് നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ അവരുടെ മക്കളും അവരുടെ സമ്പത്തുമൊക്കെ ഉപകാരപ്പെടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നത് കൂടുതൽ നിസ്കാരങ്ങളും അതുപോലെ കൂടുതൽ നോമ്പുകളെ കൊണ്ട് മാത്രമല്ല, മറിച്ച് ദഖലൂഹാ ബിസലാമത്തി സുദൂരിഹിം വസഖാവത്തി അൻഫുസിഹിം, അവരുടെ ക്ലിയറായ മനസ്സുകൊണ്ടാണ്. പിന്നെയോ അവരുടെ ശരീരങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ കൊണ്ടാണ്. പാവങ്ങളായ യതീമുകളെ വിവാഹം കഴിച്ചയക്കാൻ, സാധുക്കളായ മക്കളെ വിവാഹം കഴിക്കാൻ, അത്തരം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, രോഗികളായ ആളുകളെ സഹായിക്കാൻ, പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങളുമായി ആരെങ്കിലും മുന്നിട്ടിറങ്ങുന്നുണ്ടോ അവർക്ക് സ്വർഗമുണ്ടേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നമുക്കറിയാമല്ലോ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയാണ്, അവിടുത്തെ കൂട്ടുകാരനാണ്, അവിടുത്തെ ഏറ്റവും സുന്ദരമായ സുഹൃത്താണ്, ഹബീബായ തങ്ങളുമായി വലിയ ബന്ധമുണ്ടായിരുന്ന നേതാവാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും നബി തങ്ങളുടെ യാത്രയിലും വീട്ടിലും എല്ലാം മുത്തുനബിയുടെ കൂടെയുണ്ടായിരുന്ന പ്രിയ കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ, ഒന്നാമത്തെ ഖലീഫയായി ഭരണം നടത്തുന്ന കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ നടന്നു നീങ്ങുകയാണ്.
നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു വീട്ടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോ ആ വീട്ടിൽ ഒരു പ്രായമുള്ള വൃദ്ധയായ ഉമ്മ വളരെ രോഗിയായി കിടക്കുന്നുണ്ട്. ആരും സഹായത്തിനില്ല. അന്വേഷിച്ചപ്പോൾ മക്കളില്ല, ആങ്ങളമാരില്ല, ഭർത്താവില്ല. സഹായത്തിനാരുമില്ലാതെ പ്രയാസപ്പെടുന്ന ആ പ്രിയപ്പെട്ട ഉമ്മയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അവിടെ നിന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്. നാളെ മുതൽക്ക് ഈ ഉമ്മക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഞാൻ നേരത്തെ വന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സഹോദരങ്ങളെ, പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് വരുന്നു. ഫകാന ഇദാ ജാഅഹാ വജദ ഗൈറഹു ഖദ് സബഖഹു ഇലൈഹാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ വീട്ടുകാരിയായ ഉമ്മക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആരോ ഒരാള് നേരത്തെ വന്ന് ചെയ്തു വെച്ചു പോയിരിക്കുന്നു. ഉമ്മക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഉമ്മക്ക് ആവശ്യമായ വസ്ത്രങ്ങളെല്ലാം അലക്കി സുന്ദരമായി ഉണങ്ങിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അടുത്തു വെച്ചിട്ടുണ്ട്. കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കിയിട്ടുണ്ട്. വീടും പരിസരങ്ങളും ഒക്കെ അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരാള് നേരത്തെ കടന്നുപോയിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് ചോദിച്ചു, അല്ല ഉമ്മ, ഇതാരാണ്? ഞാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ ഈ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നതാരാണ്? ആ സമയത്ത് ആ വൃദ്ധയായ ഉമ്മയുടെ മറുപടി, മോനെ, എനിക്കാളെ അറിയില്ല, പേരറിയില്ല, നാടറിയില്ല. എല്ലാ ദിവസവും സുബഹിയുടെ മുമ്പ് തന്നെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് എന്റെ ആവശ്യമുള്ള വസ്ത്രം കൊണ്ടുവന്ന് വെച്ച് എന്റെ വീടും പരിസരവും ഒക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് എനിക്ക് കുളിക്കാനുള്ള വെള്ളം ഒരുക്കി വെച്ചിട്ട് രാവിലെ സുബഹിയുടെ മുമ്പ് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സഹോദരനുണ്ട്. പേരറിയില്ല, ആളാരാണെന്നറിയില്ല. തീരുമാനമെടുക്കുകയാണ്, ആരാണ് ഈ വ്യക്തി എന്ന് നാളെയൊന്ന് കണ്ടുപിടിക്കണം. രാത്രിയിൽ ഉമർ തങ്ങൾ വീടിന്റെ ഒരു ഭാഗത്ത് മറഞ്ഞിരിക്കുകയാണ്. അതാ ഉമർ തങ്ങൾ ഇങ്ങനെ പാതിരാത്രി കഴിഞ്ഞു പോവുകയാണ്. ഒരല്പസമയം കഴിഞ്ഞപ്പോ ദൂരെ നിന്ന് ഒരാൾ കടന്നു വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഇരുട്ടിന്റെ മറവിൽ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നും കൂടി അടുത്തേക്ക് എത്തിയപ്പോ ഉമർ തങ്ങൾക്ക് ആളെ മനസ്സിലായി. അതാരുമല്ല, മറ്റാരുമല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയായ മുത്തുനബി തങ്ങളുടെ സന്തത സഹചാരിയായ അവിടുത്തെ ഏറ്റവും വലിയ കൂട്ടുകാരനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ثم رضى عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم.
അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 സ്വഹാബികൾക്ക് സ്വർഗ്ഗത്തിലേക്ക് ടിക്കറ്റ് നൽകിയപ്പോ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവര് സ്വർഗ്ഗത്തിലാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോ അതിലൊന്നാമത്തെ ആളാണ് സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്നാണ് സഹോദരങ്ങളെ ആ മഹാന്മാരൊക്കെ സിദ്ദീഖ് എന്ന പദവിയിലേക്ക് എത്തിയത്. അവരൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ പ്രമുഖരായത്, മുത്തുനബി തങ്ങളുമായി വലിയ ബന്ധമുണ്ടായത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ പ്രഖ്യാപനങ്ങളും ജീവിതത്തിൽ അങ്ങനെ തന്നെ പുലർത്തി പോന്നതുകൊണ്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണ് മൻ നഫസ ഖുർബതൻ മിൻ ഖുറബി ദുനിയ മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു പ്രയാസത്തെ അകറ്റിയാൽ, ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുത്താൽ, ഒരു പെരുന്നാളിന് അവന് ഡ്രസ്സ് മേടിച്ചു കൊടുത്താൽ, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ, പലപ്പോഴും പള്ളികളിൽ നിന്ന് നാമൊക്കെ ജുമഅ കഴിഞ്ഞ് ഇറങ്ങുമ്പോ പള്ളിയുടെ മുറ്റത്ത് പലരും നിൽക്കുന്നുണ്ടാകും കൈ നീട്ടിയിട്ട്. നമ്മിൽ പലരും കണ്ണ് അത് കാണാതെ മുഖം തിരിച്ചു പോരലാണ് നമ്മുടെ പതിവെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് മൻ നഫസ ഖുർബതൻ മിൻ മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ. ഈ ഭൗതികമാകുന്ന ലോകത്തെ അവന്റെ ആയിരക്കണക്കിന് പ്രയാസങ്ങളിൽ നിന്ന് ഒരു പ്രയാസത്തിന് നീ പരിഹാരം കണ്ടാൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരുമ്പോ അവന്റെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹ് പരിഹാരം നൽകുന്നതാണ്. അവന്റെ വിഷമങ്ങൾ അല്ലാഹ് പരിഹരിക്കുന്നതാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ. പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഉള്ളവർക്ക് അവരുടെ വേദനകൾ അകറ്റാൻ പറ്റിയ സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ, സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ, മക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടി അതാ മുന്നിട്ടിറങ്ങിയാൽ, അതിനുവേണ്ടി സഹായിച്ചാൽ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവന് വലിയ ഐശ്വര്യം നൽകുന്നതാണ്, വലിയ എളുപ്പം നൽകുന്നതാണ്. അവന്റെ കുടുംബ ജീവിതത്തിൽ പ്രയാസമില്ല, അവന്റെ ജീവിതത്തിൽ കടബാധ്യത അവനുണ്ടാകൂല, അവന്റെ മക്കളെ കെട്ടിച്ചയക്കാൻ അവന് പ്രയാസം നേരിടൂല, അവന് ജോലിയില്ലാത്ത വിഷമമുണ്ടാവുകയില്ല, ശമ്പളം കിട്ടാത്ത പ്രയാസമുണ്ടാകൂല, ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതകൾ കൊണ്ടവൻ പ്രയാസപ്പെടൂല. ഇത് പറയുന്നതാരാണ്? സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ അവന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അല്ലാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ നിന്ന് ഖതീബ് ഉസ്താദ് അവസാനം ഇറങ്ങാൻ സമയത്ത് ഓതുന്ന ഒരു ആയത്തുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. എന്താണ്
വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും എല്ലാ പുരുഷന്മാരും വെള്ളിയാഴ്ച പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. ആ ഒരുമിച്ച് കൂടിയിട്ട് ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് നമ്മോട് പറയുന്ന ഈ ആയത്തിന്റെ താല്പര്യം എന്താണ്? ഇന്നല്ലാഹ യഅ്മുറു, തീർച്ചയായും അല്ലാഹു തആല കൽപ്പിക്കുന്നു, ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ. മൂന്ന് കാര്യം. ഒന്ന്, നീതി ചെയ്യണം. ഇന്ന് നമ്മുടെ ഭരണകൂടത്തിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും സുന്ദരമായ ആയത്താണ് ഈ ആയത്ത്. രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് നാട്ടിൽ മുഴുവനും നീതി നടപ്പിലാക്കണമെന്നാണ്. എല്ലാവരോടും നീതി വേണം. കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അയൽപക്കത്താണെങ്കിലും ജോലിയിലാണെങ്കിലും എല്ലാ വിഷയത്തിലും നീതി ഉണ്ടാവുക എന്നത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. അത് രാജാവിന്റെ കൽപ്പനയാണ്, റബ്ബിന്റെ പ്രഖ്യാപനമാണ്. വൽ ഇഹ്സാൻ, രണ്ടാമത്തേത് എല്ലാവർക്കും നന്മ ചെയ്യണം. പാവങ്ങളായ ആളുകൾക്ക് നന്മ ചെയ്യണം, സാധുക്കളായ ആളുകൾക്ക് നന്മ ചെയ്യണം. വ ഈതാഇ ദവിൽ ഖുർബാ, നീ കൊടുക്കുമ്പോ കുടുംബക്കാർക്ക് കൊടുക്കണം. കുടുംബക്കാരെ ഒഴിവാക്കിയിട്ട് നാട്ടിലുള്ള ആളുകൾക്ക് ധാരാളം കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, അതുകൊണ്ട് പേരും പ്രസക്തിയും കിട്ടിയേക്കും. പക്ഷേ സ്വന്തം കുടുംബത്തിൽ ഭാര്യക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് വലിയ പ്രതിഫലമുണ്ട്, മക്കൾക്ക് നൽകുന്ന ഭക്ഷണത്തിന് പ്രതിഫലമുണ്ട്, കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർക്ക് നൽകുന്ന സഹായങ്ങൾക്ക് പ്രതിഫലമുണ്ട്, അതുപോലെ സഹോദരിക്ക് നൽകുന്ന സഹായത്തിന് പ്രതിഫലമുണ്ട്. വഈതാഇ ദിൽ ഖുർബാ, വഈതാഇ ദിൽ ഖുർബാ. അല്ലാഹു തആല മൂന്ന് കാര്യം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്ന് നീതിയാണ്, മറ്റൊന്ന് പാവങ്ങൾക്ക് നന്മ ചെയ്യലാണ്, വേറെയൊന്ന് കുടുംബത്തിനെ സഹായിക്കലാണ്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, മറ്റൊരു കാര്യം അല്ലാഹു മൂന്ന് വിഷയം വിരോധിക്കുന്നു. ഒന്ന് അനിൽ ഫഹ്ശാ, തിന്മയാണ്, പാപങ്ങളാണ്, ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. വൽ മുൻകർ, അതുപോലെ അല്ലാഹു നിഷേധിച്ച കാര്യമാണ്. വൽ ബഗി, അക്രമമാണ്. അത് മൂന്നിനെയും അല്ലാഹു വിരോധിക്കുന്നു. ഒരിക്കലും പാവങ്ങളായ ആളുകളെ അധികാരം ഉപയോഗിച്ച്, സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച്, ആരോഗ്യം ഉപയോഗിച്ച് ആക്രമിക്കാൻ പാടില്ല, അവരെ മർദ്ദിക്കാൻ പാടില്ല. ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആക്രമിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, മർദ്ദിതരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അക്രമത്തെ തൊട്ട് അല്ലാഹു നിങ്ങളെ വിരോധിക്കുന്നു. യഇദുകും ലഅല്ലകും തദക്കറൂൻ, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. മൂന്ന് കാര്യം അല്ലാഹു കൽപ്പിച്ചു, മൂന്ന് കാര്യം അല്ലാഹു വിരോധിച്ചു. വളരെ മർമ്മപ്രധാനമായ മൂന്ന് കാര്യം. ഒന്ന് നീതിയാണ്, രണ്ടാമത്തേത് നന്മ ചെയ്യലാണ്, പാവങ്ങൾക്ക് സാധുക്കൾക്ക് നന്മ ചെയ്യലാണ്, മൂന്നാമത്തേത് കുടുംബത്തിന് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യലാണ്. പിന്നെ മൂന്ന് കാര്യം അല്ലാഹു വിരോധിച്ചു. ഒന്ന് അതാ പാപങ്ങളാണ്, മറ്റൊന്ന് അല്ലാഹു തആല നിഷേധിച്ച കാര്യങ്ങളാണ്, അതുപോലെ തന്നെ അല്ലാഹു തആല ഒരിക്കലും തന്നെ അംഗീകരിക്കാത്ത അക്രമങ്ങളാണ്. അല്ലാഹു ഇതിൽ പലതിനെയും അതാ പ്രത്യേകം എടുത്തു പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ എന്നെ വിളിച്ചു. ഭരണാധികാരിയായ നാട്ടിലുള്ള പണ്ഡിതനെ വിളിച്ചിട്ട് ഭരണാധികാരി ചോദിക്കുക, നീതി എന്താണ് എന്നൊന്നും എനിക്ക് വിശദീകരിച്ചു തരണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, സഅൽത അൻ അംരിൻ ജസീം,
ഭരണാധികാരിയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ, നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് വലിയ കനപ്പെട്ട ഒരു വിഷയമാണ്, വലിയ മഹത്തായ ഒരു കാര്യമാണ്. എനിക്കതിൽ പറയാനുള്ള മറുപടി കുൻ സ്വഗീരിൻ നാസി അബാ, ജനങ്ങളിൽ ഏറ്റവും ചെറിയ ആളുകൾക്ക് നിങ്ങളൊരു പിതാവാകണേ. പാവങ്ങളായ ആളുകൾക്ക് നിങ്ങൾ ഉപ്പയാകണം. പാപ്പ നഷ്ടപ്പെട്ടു പോയ യതീമുകൾ, അത്തരം മക്കൾക്ക് നിങ്ങൾ പിതാവായി കൈത്താങ്ങിന് മുന്നിലുണ്ടാകണം. പോരാ വലികബീരിഹിം ഇബ്നാ, ജനങ്ങളിൽ വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിയിരിക്കുന്നവരുണ്ട്. അവരെ നോക്കാൻ മക്കളില്ല, ഉള്ള മക്കൾ തന്നെ നോക്കുന്നില്ല. അങ്ങനെ അതാ ജനങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുതിർന്ന ആളുകളില്ലേ, അവർക്ക് നിങ്ങളൊരു മകനാകണേ, അത്താണിയാകുന്ന മകനാകണേ. പോരാ വലി മിസ്ലിം മിൻഹും വലിൽ മിസ്ലി മിൻഹും അഖാ, നിങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കൾ, നിങ്ങളെപ്പോലെയുള്ള സമപ്രായക്കാരായ ആളുകൾ, അവരിൽ ജോലിയില്ലാത്തവരുണ്ടാകും, രോഗികളുണ്ടാകും, അവരിൽ തന്നെ കടമുള്ളവരുണ്ടാകും, മക്കളെ കെട്ടിച്ചയക്കാൻ കാശില്ലാത്തവരുണ്ടാകും. അവർക്കെല്ലാം നിങ്ങൾ അഖാ, ഒരു സഹോദരനാകണേ. ഒരു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തെയും മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു സ്പർശിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാകുന്ന ഭരണാധികാരിയോട് പറയാണ്, നാട്ടിലെ ചെറിയ ആളുകൾക്കൊക്കെ നിങ്ങൾ പിതാവാകണം, വലിയവർക്കൊക്കെ നിങ്ങൾ മകനാകണം, നിങ്ങളെ സമപ്രായക്കാരായ ആളുകൾക്കെല്ലാം നിങ്ങൾ ഒരു സ്വന്തം സഹോദരനാകണമെന്ന് ഭരണാധികാരിയോട് നീതി എന്താണെന്ന് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്ത് മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഇങ്ങനെ വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും അതേ പരിശുദ്ധമായ ഇത്തരം നന്മകളെ കുറിച്ച് എന്തെല്ലാം നമ്മോട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മഹാനായ ജാമിർ ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തറൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദ്ദിഹിം വതആതുഫിഹിം കമസലിൽ ജസദി ഇദാ ഇസ്തകാ ഉദ്വൻ തദഅ ലഹു സായിറു ജസദിഹി ബിസ്സഹരി വൽ ഹുമ്മാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വിശ്വാസികൾ പരസ്പരം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? വളരെ സ്നേഹത്തിലാകണം കഴിയേണ്ടത്. ജനങ്ങൾ മുഴുവനും പരസ്പരം വളരെ സൗഹാർദ്ദത്തിലാകണം കഴിയേണ്ടത്. ജനങ്ങളെല്ലാവരും സ്നേഹത്തിലാണ് കഴിയേണ്ടത്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ഉദാഹരിച്ചു പറയുകയാണ്. ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വേദന സംഭവിച്ചാൽ, മുറിവ് പറ്റിയാൽ ആ ശരീരം മുഴുവനും അസ്വസ്ഥമാവുകയാണ്. ഒരു ശരീരത്തിൽ തലവേദനയുണ്ടായാൽ അവന്റെ തലവേദന കൊണ്ട് ശരീരം മുഴുവനും അസ്വസ്ഥമാവുകയാണ്. കാലിൽ ഒരു മുറിവ് പറ്റിയാൽ അവന്റെ ശരീരം മുഴുവനും അസ്വസ്ഥമാവുകയാണ്. അവന് പനി ബാധിച്ചാൽ ഒരു കൈക്കു മാത്രമല്ല പനി, ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങൾക്കും പനി ബാധിക്കുകയാണ്. അവനെ അതാ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ഉറക്ക് ഒഴിക്കേണ്ടി വന്നാൽ അവന്റെ ശരീരം മുഴുവനും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അങ്ങനെയായിരിക്കണം വിശ്വാസി ഉണ്ടാകേണ്ടത്. അവന്റെ കൂടെയുള്ള, അവന്റെ കുടുംബത്തിലുള്ള, അവന്റെ നാട്ടിലുള്ള, അവന്റെ അയൽവക്കത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കൊരു പ്രയാസം വരുമ്പോ അതെല്ലാവരും അറിയാനും പരസ്പരം ഇടപെടാനും പരസ്പരം സഹായിക്കാനും മനസ്സുണ്ടാകണം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഈ കഴിഞ്ഞ മാസം മഹാനായ സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ
അനുസ്മരണം നടന്ന മാസമാണ്, അവിടുത്തെ ആണ്ട് നടന്ന മാസമാണ്. ആരാണ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആരെങ്കിലും പ്രയാസപ്പെട്ട് റോഡ് സൈഡുകളിൽ കണ്ടാൽ അപരിചിതനാണോ എന്ന് നോക്കാറില്ല. പോയി കൈപിടിച്ച് ആ വ്യക്തിക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ മുഴുവനും കൊണ്ടുപോയി എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയിട്ട് അവസാനം വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അതാണ് മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. വെറുതെ എല്ലാ ഔലിയാക്കളിൽ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയത് വെറും നേരം വെളുത്ത് വൈകുന്നേരം വരെയും, വൈകുന്നേരം മുതൽ നേരം വെളുക്കുന്നത് വരെയും നിസ്കാരത്തിൽ മാത്രം മുഴുകിയത് കൊണ്ടല്ല. പലരും അതാ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയത് പാവങ്ങളായ ജനങ്ങളെ സഹായിച്ച് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റി കൊടുത്തിട്ടാണ്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു വെള്ളപ്പാണ്ട് രോഗികളുടെ പിന്നാലെ ചെല്ലുന്നു. അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുന്നു. അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവരെ സമാശ്വസിപ്പിക്കുന്നു. അതുപോലെ രോഗികളായ ആളുകൾ, ജനങ്ങൾ അറുക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രോഗികൾ, അത്തരം രോഗികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവരെ സമാശ്വസിപ്പിക്കുന്ന നേതാവാണ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. മനുഷ്യരോട് മാത്രമല്ല, മനുഷ്യന്റെ കാരുണ്യം എല്ലാവരോടും ഉണ്ടാകണം. വിശ്വാസിയുടെ മനസ്സ് വിശാലമാകണം. അത് മുസ്ലിമീങ്ങളോട് മാത്രമാകാൻ പാടില്ല. എല്ലാ മനുഷ്യരോടും സൗഹാർദ്ദമുള്ളവനാകണം. മനുഷ്യരോട് മാത്രമല്ല, എല്ലാ ജീവിജാലങ്ങളോടും സ്നേഹവും കാരുണ്യവും ഉള്ളവനാണ് വിശ്വാസി കേട്ടോ. ഒരു ദിവസം പുറത്തിറങ്ങി നോക്കുമ്പോൾ ആളുകൾ മുഴുവനും ഒരു നായയെ കല്ലെടുത്തെറിയുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ആ നായയുടെ ശരീരത്തിൽ മുറിവ് പറ്റിയിട്ട് അതിൽ നിന്ന് പുഴുക്കൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ, കാണുന്ന ആളുകളെല്ലാം അതിനെ കല്ലെടുത്തെറിയുകയാണ്. മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ആ നായയെ കൂട്ടിയിട്ട് ആരും താമസിക്കാത്ത ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഒരു ചെറിയ കുടില് കെട്ടി. അതിന്റെ ഉള്ളിൽ നായയെ താമസിപ്പിച്ച് തിരിച്ചു പോന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. പക്ഷേ ആ നായയുടെ കൂടെ 40 ദിവസം താമസിച്ച നേതാവാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, 40 ദിവസം ആ നായയുടെ കൂടെ താമസിച്ചിട്ട് ആ നായക്ക് വേണ്ട എല്ലാ ചികിത്സകളും നടത്തിയിട്ട് അതിന്റെ ശരീരത്തിലെ മുറിവ് മുഴുവനും ഉണങ്ങി രോഗം സുഖപ്പെട്ട് ആരോഗ്യവാനായപ്പോ നായയെ കൂട്ടിയിട്ട് നാട്ടിലേക്ക് വരികയാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നും അതിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണമെന്നും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച നായ. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുമ്പോ കല്ലെടുത്തെറിയുന്ന നായ, ആളുകൾ അറുക്കുകയും വെറുക്കുകയും ചെയ്യുന്ന നായ. സഹോദരങ്ങളെ, വിശുദ്ധമായ ഇസ്ലാം മുഗല്ലദായ നജസ് എന്ന് പ്രഖ്യാപിച്ച അതിശക്തമായ നജസാണ് നായ. ആ നായയെ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ കൊണ്ടുപോയി 40 ദിവസം ചികിത്സിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോ നാട്ടുകാര് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ ഇത് ചെയ്തത് റിഫാഇ? ഉടനെ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി മറ്റൊന്നുമല്ല, നാളെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഇങ്ങനെ ഒരു നായയെ ജനങ്ങൾ കല്ലെടുത്തെറിയുന്നത് കണ്ടിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ, അതിനോട് കാരുണ്യം കാണിക്കാതെ തിരിഞ്ഞു കളഞ്ഞുവല്ലേ എന്നെ റബ്ബ് കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോ അതിന് മറുപടിയില്ലല്ലോ, പറയാൻ കഴിയില്ലല്ലോ.
അത് പേടിച്ചുകൊണ്ടാണ് ഞാൻ ആ നായക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അതിനെ ചികിത്സിച്ചതെന്ന് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരവരുടെ ജീവിതം മുഴുവനും അതേ സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി സമർപ്പിച്ചവരാണ്. അവരുടെ ജീവിതം മുഴുവനും പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചവരാണ്. സഹായങ്ങൾക്ക് ചെയ്തു കൊടുത്തവരാണ്. കഷ്ടതകൾ അനുഭവിക്കുന്നവരെ സഹായിച്ചവരാണ്. രോഗികൾക്ക് ആവശ്യമായ ശുശ്രൂഷകൾ നടത്തിയവരാണ്. അങ്ങനെയാണ് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവരെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കും അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ശാഫി തങ്ങളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മഹത്തായ കർമ്മം ഇവിടെ നടന്നപ്പോ, ഇവിടെ നടക്കാൻ പോകുമ്പോ അത് വലിയ സന്തോഷമാണ്. നാളെ നമുക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ്, ഏറ്റവും വലിയ മാർഗമാണ്. അതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ നാം മുതലെടുക്കുകയും ഇതിനു വേണ്ടി സഹായിക്കുകയും, ഈ വർഷം 4 മക്കൾക്കാണെങ്കിൽ അടുത്ത വർഷം അതിലേറെ മക്കൾക്ക് കുടുംബജീവിതം നൽകാൻ ഈ സദസ്സും ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളവർകൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദര സഹോദരിമാർ ഈ സദസ്സിലേക്ക് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഖൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ചെറിയ ഒരു കാര്യമല്ല. 4 മക്കൾക്ക് അൽഹംദുലില്ലാഹ് അത് തന്നെ അത് ഓരോ കുട്ടികൾക്കും 7 പവൻ വീതം നമ്മുടെ ഈ മഹത്തായ മജ്ലിസുൽ മദീന എന്ന ഈ മഹത്തായ സംരംഭത്തിന് കീഴിൽ ഇവിടെ ഇന്ന് വിവാഹം നടക്കുമ്പോൾ, നിക്കാഹ് നടക്കുമ്പോൾ കൊടുക്കുകയാണ്. എത്ര വലിയ മഹത്തായ കർമ്മമാണ്. ഇതിന് ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ ഇതെല്ലാം ബഹുമാനപ്പെട്ട തങ്ങളവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടല്ല, നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇതിന് മുന്നിട്ടിറങ്ങാൻ ഒരാൾ ധൈര്യം കാണിച്ചു എന്നതാണ്, ഇതിന് മറ്റുള്ള ആളുകളൊക്കെ സഹായിച്ചു എന്നതാണ് ഈ മഹത്തായ സംരംഭത്തിന്റെ ഏറ്റവും വലിയ ഗുണം. അല്ലാഹു തആല ഇത് ഖിയാമത്ത് നാൾ വരെ ഈ മഹത്തായ മജ്ലിസും സംരംഭവും ഒക്കെ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള പാവങ്ങളായ ആളുകൾക്ക് ഒരു അത്താണിയായി അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഖൈറും ബറക്കത്തും സന്തോഷവും അവരുടെ ജീവിതത്തിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അല്ലാഹു തആല വലിയ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന നേരിടുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു നമുക്ക് കുടുംബ ജീവിതം കൊടുക്കാൻ ഈ മഹത്തായ സദസ്സ് സാക്ഷിയാകാൻ പോവുകയാണ്. അടുത്ത വർഷമാകുമ്പോ നമുക്കത് 5 അല്ലെങ്കിൽ 10 ആയി വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പാവങ്ങളായ കുടുംബങ്ങളെ സഹായിക്കാനും കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ സഹായിക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.